ഇപ്പോൾ അല്പം മന്ദഗതിയിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. നമുക്കറിയാം ഉച്ചഭക്ഷണ സമയവും ഒക്കെയാണ് പലയിടങ്ങളിലും ആ രീതിയിൽ ആളുകളുടെ ഒരു കുറവ് ഈ സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ CPIM കള്ളവോട്ട് ചെയ്യുന്നു എന്നൊരു ആരോപണം ഉയർന്നിരിക്കുന്നത് കോഴിക്കോട് സൗത്തിലാണ്. വ്യാപക കള്ളവോട്ട് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് BJP പ്രവർത്തകരാണ്. BJP ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ബൂത്തിൽ 10 മുതൽ 20 കള്ളവോട്ട് വരെ ചെയ്യുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. നാട്ടിലില്ലാത്തവരുടെ ലിസ്റ്റ് അവർ നേരത്തെ തയ്യാറാക്കിയിരുന്നു. നാട്ടിലുള്ളവരുടെ വോട്ടും ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള വ്യാപകമായിട്ടുള്ള ആരോപണം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നേരത്തെ പലയിടങ്ങളിലും BJP ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വടക്കാഞ്ചേരിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ പോളിംഗ് ബൂത്തിൽ ഏജന്റുമായി വാക്കുതർക്കം എന്ന തരത്തിലേക്കുള്ള വാർത്തകളുണ്ടായിരുന്നു. അത് തൃക്കരിപ്പൂരിലാണ്. പീലിക്കോട് പുത്തിലോട്ട് AUP സ്കൂളിലെ 137 ബൂത്തിലാണ് ആ ഒരു തർക്കമുണ്ടായത്. UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള പരാതികളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും സമാധാനപരമായി ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. നമുക്കറിയാം കൊട്ടിക്കലാശത്തിന്റെ ദിവസമൊക്കെ ഇത്രയും വീറും വാശിയുമേറിയ മത്സരമാണ് നടക്കുന്നതെങ്കിൽ പോലും ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒഴിവായാൽ സമാധാനപരമായാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ രീതിയിൽ സമാധാനപരമായി വോട്ടിംഗ് നടക്കുന്നു എന്നതാണ് വിവരം. നമുക്ക് ഇനി ആലപ്പുഴയിലേക്ക് പോകണം. കണിശുകുളങ്ങര സ്കൂളിൽ നിന്ന് ശരണ്യ സ്നേഹജൻ അവിടെ നിന്ന് വിവരങ്ങളുമായൊക്കെ ചേരുകയാണ്. ശരണ്യ, ആലപ്പുഴയിൽ മികച്ച പോളിംഗ്, ഏതാണ്ട് സംസ്ഥാന ശരാശരിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പോളിംഗ് ആണുള്ളത്. 50% അടുക്കുന്നു എന്നത് ഔദ്യോഗിക കണക്ക്. പക്ഷേ അതിനപ്പുറം 55% തീർച്ചയായും ആലപ്പുഴയിൽ വോട്ടിംഗ് ശതമാനം എത്തിയിട്ടുണ്ടാകും. ആലപ്പുഴയെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഇത്തവണ VS ഒക്കെ ഇല്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യവും പ്രചരണത്തിൽ VSന്റെ അഭാവവും ഒക്കെ അവിടെ നിഴലിച്ചു നിന്നതാണ്. ഒപ്പം CPMലെ G സുധാകരൻ വിട്ടുപോയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വൈകാരിക വിഷയങ്ങളും ഒക്കെ ഉള്ള സാഹചര്യത്തിലാണ് വോട്ടെടുപ്പ്. ഉച്ച സമയത്ത് എങ്ങനെയാണ് സാഹചര്യങ്ങൾ? കൂടുതൽ ആളുകൾ എത്തുന്നതാണോ കാണുന്നത്, അതോ മന്ദഗതിയിലാണോ ഇപ്പോൾ വോട്ടിംഗ്? രേണുക, 50% മേളിൽ പോളിംഗ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 1 മണിയോട് അടുപ്പിച്ച് തന്നെ 49.78% ആലപ്പുഴ ജില്ലയുടെ വിവിധ നിയോജക മണ്ഡലങ്ങളുടെ പോളിംഗിന്റെ കണക്ക് എത്തിയിരുന്നു. അതിൽ തന്നെ ആലപ്പുഴ തുടക്കം മുതൽ തന്നെ കനത്ത പോളിംഗിലേക്ക് പോകും. നമുക്കറിയാം, സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്താറുള്ള ജില്ലകളിൽ ഒന്നുകൂടിയാണ് ആലപ്പുഴ എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ ഒന്ന് അരൂരും ചേർത്തലയും ആലപ്പുഴയുമാണ്. അമ്പലപ്പുഴയും അത്തരത്തിൽ 52% കനത്ത മത്സരം നടക്കുന്ന ഇടങ്ങളിലാണ് ഇത്രയധികം പോളിംഗ് എന്നുള്ളതാണ്. ഏറ്റവും കുറവ് പോളിംഗ് ചെങ്ങന്നൂരിലാണ്. 46.46% 1 മണിക്കുള്ള കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കണിച്ചുകുളങ്ങര സ്കൂളിലാണ്. ഉച്ചയോടുകൂടി വോട്ടർമാർ, അതായത് ഭക്ഷണത്തിന് വേണ്ടി വോട്ടർമാർ അതിന്റെ ഒരു മന്ദഗതി കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിരാവിലെ മുതൽ തന്നെ 100 കണക്കിന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. വാശിയേറിയ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ സൂചനകളും ആലപ്പുഴയും നൽകുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ ആലപ്പുഴയിൽ കനത്ത മത്സരമാണ് വിവിധ മുന്നണികൾ തമ്മിൽ എന്ന് തന്നെ പറയാം. ആ ഒരു മത്സരത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളതും. കാരണം 50% മേളിലേക്ക് ഉച്ചയോടുകൂടി തന്നെ 50% മേളിലേക്ക് ആലപ്പുഴ ജില്ല മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ മണ്ഡലത്തിലാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ കണിച്ചുകുളങ്ങര സ്കൂളിലുള്ള ഒരുക്കിയിരിക്കുന്ന ബൂത്തുകളാണ്. ഇവിടെയാണ് അല്പസമയത്തിനകം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വോട്ട് രേഖപ്പെടുത്താനായി വരുന്നത്. പ്രമുഖരായ ആളുകളൊക്കെ തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ അവരുടെ വോട്ട് രേഖപ്പെടുത്താനായി എത്തി എന്നുള്ളതാണ് ശ്രദ്ധേയം. ഫഹദ് ഫാസിലും ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്താനായി എത്തി. ഒപ്പം മികച്ച ഭരണം, ആരാണെങ്കിലും മികച്ച ഭരണം ഉണ്ടാവട്ടെ, നല്ലതിനു വേണ്ടി കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളതാണ് കുഞ്ചാക്കോ ബോബൻ അടക്കം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞത്. ഒപ്പം തന്നെ നമുക്കറിയാം, രാഷ്ട്രീയ പോരാട്ടം വളരെയധികം നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് അമ്പലപ്പുഴ തന്നെയാണ് അതിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നത്. അത് G സുധാകരനെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിത്വം
പല മുന്നണികൾക്കും പരസ്പരം മറുപടികളും വെല്ലുവിളികളുടെയും ഒക്കെ അത് എത്രമാത്രം ഫലവത്താണ്, അത് ആർക്കൊപ്പം നിൽക്കുന്നു ആ ഉയർത്തിയ ആശയങ്ങൾ എന്ന് ഒക്കെ വിളിച്ചു പറയേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അമ്പലപ്പുഴയിൽ നടക്കുന്നത്. ഇടതുപക്ഷം അവരുടെ എല്ലാ മെഷീനറീസും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയൊരിടം. നമ്മുടെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ UDF പിന്തുണയോടുകൂടി വന്നതോടെ കനത്ത മത്സരത്തിലേക്ക് അമ്പലപ്പുഴ നീങ്ങുന്നത് നമ്മൾ കണ്ടു. രാവിലെ മുതൽ തന്നെ അമ്പലപ്പുഴയിലെ നഗരപ്രദേശങ്ങളിലെ ബൂത്തുകൾ ഉൾപ്പെടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെയും ഒട്ടും മോശമല്ലാത്തതാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിലും ആലപ്പുഴയിലേക്ക് തൊട്ടടുത്ത ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ 52% മേളിൽ പോളിംഗ് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 52% എത്തി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ചൂടാണോ അതോ തരംഗമാണോ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ കാലാവസ്ഥ കൊണ്ടാണോ ആളുകൾ രാവിലെ എത്തിയത്, അതോ അതിനപ്പുറത്തേക്ക് കരുതിക്കൂട്ടി കണക്ക് കൂട്ടി ആളുകൾ ഇറങ്ങി വോട്ട് രേഖപ്പെടുത്തി അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനായി എത്തിയതാണോ എന്നുള്ളതൊക്കെ നമുക്ക് ചോദ്യമായി നിൽക്കുന്നു. പക്ഷേ നമുക്ക് ഈ ബൂത്തുകളുടെ പരിസര പ്രദേശങ്ങളൊക്കെ ഉള്ള ഒരു നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന വലിയ ആവേശം ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രവർത്തകർക്കുൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനായി കിട്ടിയിരുന്നത്. പക്ഷേ ആ കുറച്ച് ദിവസങ്ങളെ ഏറ്റവും ആവേശകരമായി ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ്. ഈ നിൽക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിലൊക്കെ നല്ല മത്സരമാണ് നടക്കുന്നത്. തുടക്കത്തിൽ LDF ഒരു വലിയ ആധിപത്യം ഉണ്ടായിരുന്നൊരു മണ്ഡലമാണ്. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പോരാട്ടത്തിലേക്ക്, ആർക്കൊപ്പം എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള മത്സരത്തിലേക്ക് ആലപ്പുഴയൊക്കെ എത്തി. അരൂരൊക്കെ അതുപോലെ തന്നെയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കായംകുളത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കുട്ടനാട് കുറച്ച് UDF മുൻതൂക്കമുണ്ട്. തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ മാവേലിക്കര കൃത്യമായ ആധിപത്യം LDF ഉണ്ട്. ഹരിപ്പാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. UDF മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം ഹരിപ്പാട് നടക്കുന്നു. രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഒരു സീറ്റ് തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടു കൂടി ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നതാണ് ശരണ്യ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കെ സുധാകരൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നതാണ്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ രേഖപ്പെടുത്താനായി എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം UDF സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടായത് കെ സുധാകരൻ മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ഡൽഹിയിൽ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അത് രമ്യമായി പരിഹരിക്കാൻ UDF സംബന്ധിച്ചായി. അതിനുശേഷം പ്രചരണത്തിൽ ഉൾപ്പെടെ കെ സുധാകരൻ സജീവമായിരുന്നു. എന്നാൽ ചില പരാമർശങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിൻ്റേത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ പറ്റിയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ പ്രചരണ ദിവസങ്ങളിൽ. ഇപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പറയുന്നു എന്നത് നിർണായകമാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം വനവാസത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു. അത് നേതാക്കൾ വാക്ക് പറഞ്ഞാൽ പാലിക്കേണ്ടതാണല്ലോ എന്ന തരത്തിലായിരുന്നു അതിൽ അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതും അല്പം വിവാദം ഉണ്ടാക്കിയതാണ്. ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ എന്ത് പറയുന്നു കെ സുധാകരൻ എന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.